ഇതിന് നിങ്ങൾ മറുപടി കൊടുത്തിട്ടില്ല എങ്കിൽ 6 മാസം മുതൽ 7 വർഷം വരെ നിങ്ങളെ തടവിലിടാനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കഴിയും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന നോട്ടീസുകൾക്ക് തുടർച്ചയായി മറുപടി നൽകാത്ത ഏതൊരു ബിസിനസ്സുകാരനും അഭിമുഖീകരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി ബാധ്യതയും പെനാൽറ്റിയും ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ഓരോ വട്ടവും മറുപടി പ്രതീക്ഷിക്കാതെ അവർ ഈടാക്കുന്ന ടാക്സിന് പുറമെ ഓരോ മാസവും അഡീഷണൽ ഇൻട്രസ്റ്റ് കൂടി ഈ വ്യക്തി നൽകേണ്ടി വരും. രണ്ടാമത്തെ കേസ് ബിസിനസ് ഓണേഴ്സിന്റെ ഇൻഫോർമേഷൻ നൽകപ്പെടാതിരുന്നാൽ അയാൾക്ക് കിട്ടാനുള്ള ടാക്സ് ആനുകൂല്യങ്ങൾ തടയപ്പെടാം. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ മേലെയുള്ള ടാക്സ് എക്സംഷനെയോ ക്യാരി ഫോർവേഡ് ലോസിനെയോ എഗനിസ്റ്റാണ് നോട്ടീസ് വന്നത്, അത് നമ്മൾ സമയബന്ധിതമായിട്ട് മറുപടി നൽകിയിട്ടില്ലെങ്കിൽ ഈ ടാക്സ് ബെനിഫിറ്റ് നമ്മളെന്ന് തടയപ്പെടും. മൂന്നാമത്തേതാണ് എക്സ്പാർട്ടി അസസ്മെന്റ്. ഒരു ബിസിനസ് ഓണർ അയാളോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുത്തിട്ടില്ല എങ്കിൽ ഈ ഇൻകം ടാക്സ് ഓഫീസറുടെ കൈവശമുള്ള ഇൻഫർമേഷന്റെ ബേസിൽ ബിസിനസ് ഓണറുടെ വരവ് ചിലവുകളെ നിർണ്ണയിച്ച് ടാക്സ് അസസ് ചെയ്യുന്നത് ഓഫീസറുടെ ഇഷ്ടപ്രകാരമായിരിക്കും. അത് എപ്പോഴും ഡിപ്പാർട്ട്മെന്റിന് ഫേവറബിൾ ആയിരിക്കും. നാലാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിന് കിട്ടാനുള്ള ടാക്സ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സ്വീകരിക്കുന്നതിന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ബാങ്കിലുള്ള മുഴുവൻ പണവും നിങ്ങൾ അറിയാതെ തന്നെ ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടാനും സാധ്യതയുണ്ട്. അഞ്ചാമത്തേത് ഒരു വലിയ നികുതി ബാധ്യതയുടെ നോട്ടീസാണ് ബിസിനസ് ഓണറായി നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ ഇതിന് നിങ്ങൾ മറുപടി കൊടുത്തിട്ടില്ല എങ്കിൽ 6 മാസം മുതൽ 7 വർഷം വരെ നിങ്ങളെ തടവിലിടാനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കഴിയും. ആയതിനാൽ ഒരു ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് കൺസൾട്ടന്റിന്റെയോ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയോ സഹായത്തോടു കൂടി പ്രോപ്പർ ആയിട്ട് റീപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാൻ കഴിയും.